ദ സ്റ്റോറി ഓഫ് റോയൽ എൻഫീൽഡ് ഇൻ 1 minute. ബുള്ളറ്റ് എന്ന് പറയുന്നത് പല ആളുകൾക്കും ഒരു ബൈക്ക് എന്നതിലുപരി അതൊരു ഇമോഷനാണ് അല്ലേ. ഇതാണ് റോയൽ എൻഫീൽഡ് ആദ്യം നിർമ്മിച്ച വണ്ടി എന്ന് പറയുന്നത്. 1901 ഇംഗ്ലണ്ടിലെ ദ എൻഫീൽഡ് കമ്പനിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. തുടർന്ന് 1947 ഇൻഡിപെൻഡൻസിനൊക്കെ ശേഷം ഇന്ത്യൻ ആർമിക്ക് ഒരു ടഫായിട്ടുള്ളൊരു ബൈക്കിൻ്റെ ആവശ്യകത വന്നു. അങ്ങനെ അന്ന് ഇന്ത്യൻ ഗവൺമെൻറ് ചൂസ് ചെയ്ത വണ്ടിയാണ് ദ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350 എന്ന് പറയുന്നത്. 1954 800 യൂണിറ്റ്സോളം അതിന് ഓർഡർ വന്നിരുന്നു. ശേഷം 1955 റോയൽ എൻഫീൽഡും മദ്രാസ് മോട്ടോഴ്സും കൂടി ചേർന്ന് എൻഫീൽഡ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു. തുടർന്ന് ചെന്നൈയിൽ അതിന്റെ അസംബ്ലിങ്ങും സ്റ്റാർട്ട് ചെയ്തു. ശേഷം 1955 റോയൽ എൻഫീൽഡ് ഏഷ്യ മോട്ടോഴ്സിനായിട്ട് ഒരു കൊളാബറേഷൻ ഡീലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നു. ബട്ട് ഡ്യൂറിംഗ് ദ 2000s റോയൽ എൻഫീൽഡ് വാസ് ഓൺ ദ ബ്രിങ്ക് ഓഫ് ബാങ്ക്രപ്സി. പിന്നീട് റോയൽ എൻഫീൽഡ് മോട്ടോഴ്സിന്റെ ആ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പല മോഡേൺ വേർഷൻസ് ഓഫ് ബൈക്സ് ലോഞ്ച് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റിലേക്ക് വീണ്ടും റോയൽ എൻഫീൽഡ് കരകയറി വന്നത്. അവരുടെ ഗ്ലോബലി ഉള്ള ഒരു സക്സസിന് കാരണം ഈ ഒരു തന്ത്രം തന്നെയാണ്. ഇന്ന് 60 രാജ്യങ്ങളിലായിട്ട് റോയൽ എൻഫീൽഡ് ബൈക്സ് വിൽക്കുന്നുണ്ട്. 2015 ഗ്ലോബൽ സെയിൽസിൽ ഹാർലി ഡേവിഡ്സൺ വരെ ഇവർ കടത്തി വെട്ടിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാമോ, ലോകത്തെ ലോങ്സ്റ്റ് റണ്ണിംഗ് മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് അത് ബുള്ളറ്റ് 350 ആണ്. അതും 75 വർഷത്തെ ഉൽപാദന പാരമ്പര്യം കൊണ്ട്.